ആലപ്പുഴ തകഴിയിലെ കുന്നുമ്മയിലെ നവജാത ശിശുവിൻ്റെ മരണത്തിൽ പ്രതികളുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ 24-ന് കിട്ടി. മരിച്ച നിലയിലാണ് തനിക്ക് കുഞ്ഞിനെ കിട്ടിയതെന്ന് മാതാവിൻ്റെ ആൺ സുഹൃത്ത്. ഇന്ന് പുലർച്ചെ 1:30 മണിക്ക് പ്രസവശേഷം സുഹൃത്തിനെ പുലർച്ചെ 1:30 മണിക്ക് ശേഷം സുഹൃത്തിനെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്ന് യുവതിയും മൊഴി കൊടുത്തിട്ടുണ്ട്. എസ് ശ്യാംകുമാർ ആലപ്പുഴയിൽ നിന്ന് ചില വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്യാംകുമാർ, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ മരിച്ചത് ഒരു പെൺകുഞ്ഞായിരുന്നു എന്നുള്ളതാണ്. 4 ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെയാണ് ഇവർ അവിടെ തകഴി കുന്നുമ്മയിൽ കൊണ്ട് പാടത്തിന്റെ ബണ്ടിൽ കുടിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ കുഞ്ഞിനെ പുറത്തെടുത്തത് പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം കുട്ടിയെ കാമുകന് നൽകിയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പുലർച്ചെ പ്രസവം നടന്ന ശേഷം 1:30യോടുകൂടി തന്റെ പൂച്ചാക്കലിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കുഞ്ഞിനെ കൈമാറിയതെന്നും ഈ യുവതി മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ കാമുകൻ നൽകിയ മൊഴി പ്രകാരം മരിച്ച ശേഷമാണ് കുഞ്ഞിനെ തന്റെ കയ്യിൽ യുവതി നൽകിയത്. വ്യാഴാഴ്ച പുലർച്ചെ എത്തിയാണ് സുഹൃത്തുമൊത്ത് പാടാരത്ത് ഈ കുഞ്ഞിനെ കുഴിച്ചിട്ടത് എന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. രണ്ടുപേരുടെയും മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. നിലവിൽ ആ പെൺകുട്ടി ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ആശുപത്രിയിൽ നിന്നും വിടുതൽ ലഭിച്ച ശേഷം പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. നിലവിൽ 2 പേരെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ മരണകാരണം ലഭിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ ഫോറൻസിക് സയൻസ് പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. അവിടെ വെച്ചാണ് ഈ യുവാവുമായി പരിചയപ്പെടുന്നത്. ഇയാൾ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിരുന്ന യുവാവാണ്. ആ പരിചയമാണ് പിന്നീട് ഈ ബന്ധത്തിലേക്കും ഒരു കുട്ടിയുടെ മരണത്തിലേക്കും ഉൾപ്പെടെ എത്തിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ കസ്റ്റഡിയിൽ എടുത്ത അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം തന്നെ നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. അതിൽ കുട്ടി എങ്ങനെയാണ് മരിച്ചതെന്ന് അറിഞ്ഞ ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മരിച്ചത് ഒരു പെൺകുഞ്ഞാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. ഓക്കെ, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.